അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ. ദിവസങ്ങൾക്ക് മുൻപ് മനുഷ്യ മനസാക്ഷി ഞെട്ടിക്കുന്ന ഒരു കൊലപാതകമായിരുന്നു കോഴിക്കോട് മൂഴിക്കല്ല് നടന്നത്. നസ്റിൻ എന്ന 16 വയസ്സുള്ള പെൺകുട്ടിയെ കൊല്ലപ്പെടുന്നതിൽ കാണപ്പെടുക. ഈ കൊലപാതകം നടത്തിയത് അദ്നാൻ എന്ന ചെറുപ്പക്കാരാണ്. അതും 20 വയസ്സുള്ള ഈ കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ മൂത്തമ്മയുടെ മകൻ. അദ്നാൻ കൊല്ലപ്പെട്ടതാണോ സ്വയം ജീവനൊടുക്കിയതാണോ? ഈ കേസിൽ ഒരുപാട് നിഗൂഢതകളുണ്ട്. എങ്ങനെയാണ് അദ്നാൻ കൊല്ലപ്പെട്ടത്? അദ്നാൻ സ്വയം ജീവനൊടുക്കിയതാണോ അതോ മറ്റാരെങ്കിലും ആ കൃത്യം ചെയ്തതാണോ? കൊല്ലപ്പെട്ട നസ്റിൻ്റെ 2 ഫോണുകളും അദ്നാൻ്റെ 1 ഫോണും എങ്ങനെയാണ് കിണറ്റിൽ വന്ന് വീണത്? പോലീസ് പറയുന്നത് അദ്നാൻ തന്നെ കൊണ്ടിട്ടതാണ് എന്നുള്ളതാണ്. പോലീസിൻ്റെ പല നിഗമനങ്ങൾക്കും ഒരുപാട് സംശയങ്ങളുണ്ട്. ആ സംശയങ്ങൾക്ക് കൃത്യമായി ഉത്തരം കിട്ടാതെ ഈ കേസ് അവസാനിപ്പിക്കുകയാണ്. ആർക്കു വേണ്ടിയാണ് ഈ കേസ് അവസാനിപ്പിക്കുന്നത്? കോടീശ്വരനായ ഹംസയുടെ കുട്ടികളാണ് കൊല്ലപ്പെട്ട നസ്റിനും കൊലപാതകം നടത്തിയ അദ്നാനും. പോലീസ് പറയുന്ന ഒരു കാര്യം ഇതാണ്: ഈ നസ്റിനെ അദ്നാൻ കൊലപ്പെടുത്തിയിട്ട് ആരും അറിയാതെ ആ വീടിൻ്റെ അടുക്കള വഴി പുറത്തു വന്ന് കൊല്ലപ്പെട്ട നസ്റിൻ്റെ 2 ഫോണുകളും തൻ്റെ 1 ഫോണും അദ്നാൻ തന്നെയാണ് വീട്ടുവളപ്പിലെ കിണറ്റിൽ ഇട്ടത് എന്നുള്ളതാണ് ഒരു സംശയം. സ്വയം ജീവനൊടുക്കാൻ തീരുമാനിച്ച അദ്നാൻ എന്തിനാണ് തെളിവ് നശിപ്പിക്കാൻ ഈ 3 ഫോണുകൾ കിണറ്റിലിട്ടത്? 1 ഫോൺ അപ്പോഴും അദ്നാൻ്റെ കയ്യിലുണ്ടായിരുന്നല്ലോ. 2, ഈ അദ്നാന് സ്വയം ജീവനൊടുക്കിയത് വീട്ടുകാർ നസ്റിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയ സമയത്ത് റൂമിനുള്ളിൽ അകപ്പെട്ട അദ്നാൻ സെല്ലാട്ടോപ്പൊക്കെ മുഖത്തൊട്ടിച്ചിട്ടാണ് സ്വയം ജീവനൊടുക്കിയെന്ന് പറയുന്നതാണ്. പക്ഷേ സെല്ലാട്ടോപ്പൊക്കെ മുഖത്തൊട്ടിച്ചു കഴിഞ്ഞാൽ ജീവൻ കിട്ടാൻ വേണ്ടിയിട്ട്, ജീവന് വേണ്ടി പിടയുമ്പോൾ അതൊക്കെ പിടിച്ചു വലിച്ചു മാറ്റില്ലേ? അപ്പോൾ അതെങ്ങനെയാണ് സ്വയം ജീവനൊടുക്കുക? അതിൻ്റെ പിന്നിൽ മറ്റാരുടെയും കരങ്ങളില്ലേ? പോലീസ് തുടക്കത്തിൽ പറഞ്ഞിരുന്നത് ആ ഫോണുകൾ കിണറ്റിലിട്ടത് വീട്ടുകാരോ തെളിവ് നശിപ്പിക്കാതിരിക്കാനാവാം എന്നാണ്. പക്ഷേ ഇപ്പോൾ പറയുന്നത് ആ കുടുംബക്കാരെയൊക്കെ ചോദ്യം ചെയ്തപ്പോൾ വീട്ടുകാർക്ക് ഇത് പങ്കില്ല, പക്ഷേ അദ്നാൻ തന്നെയാണ് സ്വയം ഇത് ചെയ്തതെന്നുള്ളതാണ്. പക്ഷേ പോലീസിൻ്റെ വാദങ്ങളെ പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ പറ്റില്ല. ഇതിൻ്റെ പിന്നിൽ വലിയ നിഗൂഢതകളുണ്ട്, ഉത്തരം കിട്ടാത്ത നിഗൂഢതകൾ. പറഞ്ഞു കേൾക്കുന്ന ഒരു പുലർച്ചയുടെ സമയത്ത് 5:30 സമയത്ത് വീട്ടിലാരോ കള്ളൻ കയറിയെന്ന് സംശയം തോന്നിയ വല്യമ്മ നേരെ ഫോൺ ചെയ്തത് നസ്റിൻ എന്നുള്ള ഈ 16 വയസ്സുള്ള പെൺകുട്ടിക്കാണ്. പെൺകുട്ടി സ്വാഭാവികമായിട്ടും ആ ഫോണ് അദ്നാൻ്റെ കയ്യിലായിരുന്നു. കാരണം അദ്നാൻ അവളെ കൊലപ്പെടുത്തിയിട്ട് ആ ഫോണ് കൈക്കലാക്കിയിരുന്നു. തുടരെ ഫോണുകൾ വന്നപ്പോഴാണ് ഇവൻ പതുക്കെ പുറത്തിറങ്ങിയിട്ട് ഈ ഫോണുകൾ കിണറ്റിലിട്ടെന്ന പോലീസ് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായ സംശയം, വീട്ടിലൊരു കള്ളൻ കയറിയാൽ ഒരു മുതിർന്ന ഒരാൾ ആ വീട്ടിലെ 16 വയസ്സുള്ള പെൺകുട്ടിക്കാണോ വിളിക്കുക അതോ ആ വീട്ടിലെ മുതിർന്ന ആൾക്കാണോ വിളിക്കുക? ആ വീട്ടിൽ ആ വല്യമ്മക്ക് പുറമെ അവരുടെ മകളും കൂടിയുണ്ട്, മുതിർന്ന ഒരാൾ, ഈ കൊല്ലപ്പെട്ട നസ്റിൻ്റെ ഉമ്മ. അവരെ വിളിക്കാതെ എന്തിനാണ് ഈ 16 വയസ്സുള്ള പെൺകുട്ടിക്ക് വിളിച്ചത്? അപ്പോൾ പുറത്ത് കേൾക്കുന്ന കഥകളേക്കാൾ മറ്റെന്തൊക്കെയോ മറച്ചു വെക്കാൻ ബോധപൂർവമുള്ള ശ്രമം അദ്നാൻ എങ്ങനെയാണ് ജീവനൊടുക്കിയത് കൃത്യമായിട്ട് കണ്ടെത്തേണ്ടതുണ്ട്. ഈ സംഭവങ്ങളൊക്കെ കേൾക്കുമ്പോൾ മുൻപ് ഇതുപോലെ സമാനമായ ഒരു നിഗൂഢമായ കൊലപാതകം നടന്നിരുന്നു. ആരുഷി എന്ന് പേരുള്ള 14 വയസ്സുള്ള പെൺകുട്ടിയുടെ ക്രൈമിന് സമാനമാണെന്ന് തോന്നിപ്പോകും ഈ ഒരു ക്രൈമും. ആ 14 വയസ്സുള്ള പെൺകുട്ടി, അവരുടെ മാതാപിതാക്കൾ 2 പേരും ഡോക്ടേഴ്സാണ്. ഇവർ ഏക മകളാണ് ആരുഷി. ഇവർ പൊന്നുപോലെ വളർത്തി. നല്ല സമ്പന്നരായ ആളുകൾ. ഒരു 1300 സ്ക്വയർ ഫീറ്റിൽ ഒരു ഫ്ലാറ്റിലായിരുന്നു താമസം. ആ വീട്ടിൽ ഉണ്ടായിരുന്നത് ഈ അച്ഛനമ്മമാരായ ഡോക്ടർമാർ, പിന്നെ മകൾ ആരുഷി, പിന്നെ ആ വീട്ടിലൊരു വേലക്കാരൻ, ഒരു നേപ്പാളി സ്വദേശി. ഒരു ദിവസം രാവിലെ ആ വീട്ടിലെ വേലക്കാരിയായ എന്നും പകല് മാത്രം വരുന്ന സ്ത്രീ വീട്ടിൽ വന്നിട്ട് ബെല്ലടിച്ചപ്പോൾ വീട്ടുകാരും വാതിൽ തുറന്നില്ല. സാധാരണ വൈകി ഉണരുന്ന ആളുകളാണ് ഈ അച്ഛനും അമ്മയും. സ്വാഭാവികമായിട്ടും വീട്ടിൽ പണിക്ക് വന്ന സ്ത്രീ അവരെ പ്രതീക്ഷിച്ചിട്ടുമില്ല. പക്ഷേ ആ വീട്ടിൽ പണിക്ക് നിൽക്കുന്ന നേപ്പാളിയാണ് വാതിൽ തുറക്കൽ. പക്ഷേ അന്ന് നേപ്പാളി വാതിൽ തുറക്കുന്നില്ല. നിരന്തരം ബെല്ലടിച്ചപ്പോൾ അമ്മയാണ് വാതിൽ വന്ന് തുറന്നിട്ട് പറഞ്ഞു, വീട്ടിലെ പണിക്കാരനൊരു പക്ഷേ പാല് വാങ്ങാൻ പുറത്തു പോയതാവാം, അതുകൊണ്ടാവാം വാതിൽ അടച്ചിട്ടുണ്ടാവുക. കാരണം ആ വീട്ടിലേക്ക് കടക്കണമെങ്കിൽ 3 വാതിലുണ്ട്. ഒരു നെറ്റ് വാതിൽ, അത് കഴിഞ്ഞാൽ ഗ്രില്ല്, അത് കഴിഞ്ഞാൽ മരത്തിൻ്റെ കട്ടിയുള്ള വാതിൽ. ഇങ്ങനെ 3 വാതിൽ കഴിഞ്ഞിട്ട് വേണം വീട്ടിനുള്ളിലേക്ക് കടക്കാൻ. അപ്പോൾ ഈ പണിക്കാരി പറഞ്ഞു, നിങ്ങൾ എന്തായാലും വാതിൽ തുറക്കൂ, എനിക്ക് വേലക്കാരനെ കാത്തിക്കാൻ സമയമില്ല എന്ന് പറഞ്ഞപ്പോൾ ആ ഒരു വീട്ടിലെ അമ്മ തന്നെയാണ് ചാവി എറിഞ്ഞു കൊടുത്തു. അങ്ങനെ ഒരു വാതിൽ തുറന്ന് വീട്ടിനുള്ളിൽ കടന്നപ്പോൾ ആ പണിക്കാരി കണ്ടൊരു കാഴ്ച അലമുറയിട്ട് കരയുന്ന ഈ അമ്മയാണ്. കാരണം മകളുടെ റൂമിൽ കഴുത്തറുത്ത നിലയിൽ കാണപ്പെട്ട ആരുഷി എന്ന 14-കാരിയെ ആ അച്ഛനായ ആൾ ഭയങ്കരമായിട്ട് ഫയർ ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് ഇവിടെ മദ്യക്കുപ്പികൾ വന്നത്? 4 മദ്യക്കുപ്പികൾ ആ റൂമിലുണ്ട്. ആരാണ് ഈ മദ്യക്കുപ്പികൾ കൊണ്ടത്? ഇതിൻ്റെ പിന്നിലൊക്കെ ആ നേപ്പാളിയായ പണിക്കാരനാണ്. അവൻ എൻ്റെ മോളെ കൊന്നു എന്ന് പറഞ്ഞ് അലമുറയിട്ട് കരയാൻ തുടങ്ങി. അതോടുകൂടി ആളുകളും പത്രക്കാരും പോലീസും ഒക്കെ ആ വീട്ടിൽ കയറി ഇറങ്ങി. എല്ലാ റൂമിലും പോലീസും പത്രക്കാരും നിറഞ്ഞു. പത്രങ്ങൾ വാർത്ത വന്നു, 14 വയസ്സുള്ള പെൺകുട്ടിയെ കൊന്ന് അവിടുത്തെ വേലക്കാരൻ നാട് വിട്ടു. ആ വീട് മുഴുവനും പരിശോധിക്കണമെന്നും വീടിൻ്റെ ടെറസിൽ പരിശോധിക്കണമെന്നും പോലീസ് പറഞ്ഞപ്പോൾ ആ പെൺകുട്ടിയുടെ അച്ഛൻ പറഞ്ഞ വാക്കെന്താണെന്നറിയോ? നിങ്ങൾ വേഗം
പോയിട്ട് നേപ്പാളിൽ പോയിട്ട് എൻ്റെ മകളെ കൊന്ന കൊലപാതകയെ കണ്ടുപിടിക്കില്ല, അത് എൻ്റെ വീടിൻ്റെ മേലെ കയറലല്ല, എൻ്റെ മകളുടെ കൊലപാതകയെ കണ്ടെത്തുന്ന ആൾക്ക് ഞാൻ വലിയ പാരിതോഷികം കൊടുക്കാമെന്ന് ആ ഡോക്ടർ പ്രഖ്യാപിക്കുകയും ചെയ്തു. അങ്ങനെ പോലീസ് ആ വീട് പരിശോധിക്കാൻ പോയപ്പോൾ വീടിൻ്റെ ടെറസിൻ്റെ മുകളിലേക്ക് പോലീസിന് എന്തോ സംശയം തോന്നി. സംശയം തോന്നാൻ കാരണം പോലീസിൻ്റെ പരിശോധനയിൽ രക്തം അവിടെ മായ്ച്ച നിലയിൽ കാണപ്പെട്ടു ഈ കോണിപ്പടിയുടെ മേലെ. പോലീസിനത് മനസ്സിലായി. അങ്ങനെ പോലീസ് മുകളിലേക്ക് ടെറസിൻ്റെ മുകളിലേക്ക് കയറാൻ ചാവി ചോദിച്ചപ്പോൾ ഈ വീട്ടുകാർ കൊടുത്തില്ല. അങ്ങനെ അവരെന്ത് ചെയ്തു, അവരത് ചവിട്ടിപ്പൊളിച്ച് ഉള്ളിൽ പുറത്ത് കടന്നപ്പോൾ ആ ടെറസിൻ്റെ മുകളിലുണ്ട് ആകെ ഒടുങ്ങിക്കൂടിയിട്ട് ഒരാളെ മൃതദേഹം, തിരിച്ചറിയാൻ കഴിയുന്നില്ല. ഒടുവിലത് മനസ്സിലായി ആ നേപ്പാളിയായ ആ വീട്ടിലെ പണിക്കാരനായ നേപ്പാളിയുടെ മൃതദേഹമാണെന്നുള്ളത്. കഴുത്തറുത്ത നിലയിലായിരുന്നു ആ മൃതദേഹം. അതോടുകൂടി ചിത്രങ്ങൾ മാറി. ആ വീട്ടിലേക്ക് വീണ്ടും ആളുകൾ ഇരച്ചു കയറി. പത്രക്കാരുണ്ട്, പോലീസുകാരുണ്ട്. അവിടെ നിന്ന് ഭാവിയിൽ ഒരു ഫോറൻസിക് തെളിവുകൾ കിട്ടാത്ത വിധം അവിടെ ആളുകൾ കയറി നിരങ്ങാൻ തുടങ്ങി. പോലീസ് ഒരൊറ്റ കാര്യം മനസ്സിലാക്കി, ആ വീട്ടിലേക്ക് പുറത്തുനിന്ന് ആർക്കും വരാൻ കഴിയില്ല. കാരണം അത്രയും അടച്ചുറപ്പുള്ള വീടാണ്. അവിടെ അച്ഛനും അമ്മയും ഈ മകളും പണിക്കാരനും മാത്രമേ ഉള്ളൂ. അതിൽ ഈ മകളും പണിക്കാരനും കൊല്ലപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ഈ അച്ഛനും അമ്മയുമാണ്. അങ്ങനെ ഈ സംഭവം നടന്നതിൻ്റെ 5-ാം ദിവസം ഈ പിതാവ് അറസ്റ്റിലായി. ആ പിതാവ് അറസ്റ്റിലായപ്പോൾ കരഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യ പറഞ്ഞു, എൻ്റെ ഭർത്താവ് നിരപരാധിയാണ്, സ്നേഹമുള്ള മകളാണ് ഞങ്ങളുടേത്, എന്താണ് സംഭവിച്ചത് എന്നറിയാതെ ഞാൻ എൻ്റെ ഭർത്താവിനെ അറസ്റ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സീനൊക്കെ ഉണ്ടാക്കി. അങ്ങനെ ഈ പിതാവാണ് കൊല നടത്തിയെന്ന് പറഞ്ഞ് പോലീസ് അറസ്റ്റ് ചെയ്തു. അതിന് പോലീസിൻ്റെ കയ്യിൽ ചില നിഗമനങ്ങൾ ഉണ്ടായിരുന്നു. പോലീസ് ചോദിച്ചപ്പോൾ ഈ അച്ഛൻ പറഞ്ഞത് ഞാൻ 10:30 കിടന്നുറങ്ങി എന്നുള്ളതാണ്. പോലീസിൻ്റെ അന്വേഷണത്തിൽ അയാൾ 3 മണി വരെ ഇൻ്റർനെറ്റ് ഉപയോഗിച്ചു എന്ന് കണ്ടെത്തി. അപ്പോൾ ഇയാൾ 10:30 കിടന്നുറങ്ങി എന്ന് പറഞ്ഞ നുണയാണെന്നും ഇയാൾ 3:30 മണി വരെ ഇൻ്റർനെറ്റ് ഉപയോഗിച്ചു എന്ന് പോലീസ് കണ്ടെത്തി. ആ കണ്ടെത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇയാളാണ് പ്രതി എന്ന് പോലീസ് മനസ്സിലാക്കിയത്. പക്ഷേ പോലീസിനെ ഞെട്ടിച്ചൊരു കാര്യം, ആ കൊല്ലപ്പെട്ട ആരൂഷിയുടെ മൃതദേഹം കഴുകി വൃത്തിയാക്കി പുതിയ വസ്ത്രം ധരിപ്പിച്ച നിലയിലായിരുന്നു കണ്ടെത്തിയത് എന്നുള്ളതാണ്. പോസ്റ്റ്മോർട്ടത്തിൽ 2 പേരും ഒരേ സമയമാണ് കൊല്ലപ്പെട്ടത് എന്നും മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പിതാവിനെ അങ്ങനെയാണ് അറസ്റ്റ് ചെയ്തത്. ഈ കേസ് CBIക്ക് വിട്ടു. CBI കേസ് അന്വേഷിച്ചപ്പോൾ CBIയുടെ കണ്ടെത്തൽ വളരെ വിചിത്രമായിരുന്നു. ഈ ഒരു വിഷയത്തിൽ അച്ഛനും അമ്മയും നിരപരാധികളാണ്. ഇതിൻ്റെ പിന്നിൽ ഇയാൾ ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലിൽ ഒരു സ്റ്റാഫുണ്ട്. ആ സ്റ്റാഫിന് ഇയാളോടൊരു പകയുണ്ടായിരുന്നു. ആ പക വീട്ടാൻ വേണ്ടി തൊട്ടടുത്ത വീട്ടിലെ വേലക്കാരനും ഈ വീട്ടിലെ വേലക്കാരനും കൂടി ഒരു പദ്ധതി ഇട്ടു. അങ്ങനെ അവർ 3 പേരും ചേർന്ന് മദ്യപിച്ച മദ്യക്കുപ്പികളാണ് അവിടെ ഉണ്ടായിരുന്നത്. അങ്ങനെ അവരുടെ സംസാരം പിന്നെ ഈ ആരുഷി എന്ന പെൺകുട്ടിയെക്കുറിച്ചായി. അങ്ങനെ അവർ 3 പേരും ഈ പെൺകുട്ടിയെ ലൈംഗികമായി ഉപദ്രവിക്കാൻ ശ്രമിച്ചു. അതിനിടയിലാണ് ഈ പെൺകുട്ടിയെ കൊന്നത് എന്നായിരുന്നു അവർ കണ്ടെത്തിയ ന്യായം. 2.5 മാസത്തിന് ശേഷം ഈ പിതാവിനെ കോടതി വെറുതെ വിട്ടു. അങ്ങനെ CBIയുടെ കണ്ടെത്തലിൽ മാതാപിതാക്കൾ നിരപരാധിയാണെന്നും മാതാപിതാക്കളുടെ കീഴിൽ ജോലി ചെയ്യുന്ന ഒരു സ്റ്റാഫാണ് ഗൂഢാലോചന നടത്തി ഈ കൊലപാതകം നടത്തിയെന്നതായിരുന്നു. ഇതിനു വേണ്ടിയുള്ള നുണ ടെസ്റ്റുകളും നാർക്കോ ടെസ്റ്റുകളും ശാസ്ത്രീയമായ മറ്റു പല ടെസ്റ്റുകളും നടത്തി. പക്ഷേ ആ ടെസ്റ്റുകളൊക്കെ പരാജയപ്പെട്ടു. കൊല നടത്തിയത് സ്റ്റാഫാണെന്ന് തെളിയിക്കാൻ ഒരു തെളിവ് പോലും CBIക്ക് കിട്ടിയില്ല. അങ്ങനെ 90 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു കേസും എടുക്കാതെ, ഒരു വകുപ്പ് പോലും ചുമത്താതെ ആ ആളുകളെ പിന്നീട് കോടതി വെറുതെ വിടുകയുണ്ടായി. ഇതോടുകൂടി കേസ് വീണ്ടും ദുരൂഹതയായി. ആരാണ് ആരുഷിയെ കൊന്നത്, ആരാണ് ഈ പണിക്കാരനെ കൊന്നത്? ആദ്യം അന്വേഷിച്ച പോലീസ് പറഞ്ഞൊരു കാര്യം, ഈ ഒരു പിതാവിന് തൻ്റെ ക്ലിനിക്കിലെ ഒരു നഴ്സുമായി അവിഹിത ബന്ധമുണ്ടായിരുന്നെന്നും അത് മകൾ അറിഞ്ഞുവെന്നും ആ വിഷയം മകൾ ഈ വീട്ടിലെ വേലക്കാരുമായിട്ട് സംസാരിച്ചിരുന്നുവെന്നും അവർ തമ്മിൽ വളരെ വലിയൊരു ബന്ധമുണ്ടായെന്നും അരുതാത്ത രീതിയിൽ മകളെയും വേലക്കാരനെയും കണ്ടപ്പോൾ ഈ ഒരു പിതാവാണ് സ്വന്തം മകളെയും ഈ ഒരു പണിക്കാരനെയും കൊന്നു എന്നതായിരുന്നു ആദ്യം കേസ് അന്വേഷിച്ച പോലീസ് പറഞ്ഞിരുന്നത്. പക്ഷേ രണ്ടാമത് കേസ് അന്വേഷിച്ച CBI പറഞ്ഞത് മാതാപിതാക്കൾ നിരപരാധികളാണ്, ഇത് പുറത്തുനിന്നുള്ള ഇദ്ദേഹത്തിൻ്റെ ജീവനക്കാരനായ സ്റ്റാഫാണ് കൊന്നതെന്നായിരുന്നു. അങ്ങനെ വീണ്ടും ഇത് വിവാദമായപ്പോൾ മൂന്നാമതൊരു ടീമിനെ CBIയുടെ തന്നെ മൂന്നാമതൊരു അന്വേഷണ വിഭാഗത്തെ നിയമിച്ചു. കണ്ടെത്തിയ കാര്യം, ഈ മകളെ കൊന്നത് പിതാവും മാതാവും കൂടി ചേർന്നാണെന്നുള്ളതാണ്. ഈ പിതാവിൻ്റെ കയ്യിൽ 12 ഹോക്കി സ്റ്റിക്ക് ഉണ്ടായിരുന്നു. ആ ഹോക്കി സ്റ്റിക്കിൽ മകളെയും 14 വയസ്സുള്ള മകളെയും വേലക്കാരനെയും അരുതാത്ത രീതിയിൽ കണ്ടപ്പോൾ ഹോക്കി സ്റ്റിക്ക് കൊണ്ട് 2 പേരെയും അടിച്ചു കൊന്നതാണത്രേ. പിന്നീട് കഴുത്തറുത്ത് കൊന്നതാണ്. അതൊക്കെയാണ് കൃത്യമായിട്ടുള്ള CBIയുടെ അന്വേഷണത്തിൽ കണ്ടെത്തിയത്. ഇത് പറഞ്ഞ ന്യായം, ഈ 12 ഹോക്കി സ്റ്റിക്കുകളിൽ 2 സ്റ്റിക്കുകൾ മാത്രം നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ രീതിയിലായിരുന്നു. അതിൻ്റെ അവിടെ ചെറിയ പൊട്ടലുകൾ ഉണ്ടായിരുന്നു. ഇത് മനുഷ്യനെ കൊന്നതിൻ്റെ അടയാളമായിട്ടാണ് CBI കണ്ടെത്തിയത്. പക്ഷേ CBIനെ കുഴക്കിയൊരു കാര്യം, ആ വീട്ടിൽ എവിടെയെങ്കിലും മകളുമായിട്ട് ബന്ധപ്പെട്ട് മകളെ കൊലപ്പെടുത്താനോ മറ്റോ ആ മാതാവിൻ്റെയോ പിതാവിൻ്റെയോ ഒരു ഫിംഗർ പ്രിൻ്റ് പോലും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഈ ക്രൈം നടന്നുടനെ 2 സ്ഥലങ്ങളിലും ആളുകൾ വന്ന് കയറി കൂടിയതും മാധ്യമങ്ങളും ആളുകൾക്കൊക്കെ കാരണം യഥേഷ്ടം അവസരം കൊടുത്തതും ബോധപൂർവം തെളിവ് നശിപ്പിക്കാനാണ് എന്ന് ഈ CBI ടീമിന് മനസ്സിലായി. അങ്ങനെ CBIയുടെ കണ്ടെത്തൽ പ്രകാരം കോടതിയുടെ വിധി വന്നു. ജീവപര്യന്തം തടവ് ശിക്ഷ. അങ്ങനെ അച്ഛനും
അമ്മയും ജയിലിൽ പോയി. 2013 ഇവർ ജയിലിൽ പോയത്. അങ്ങനെ ഇവർ അപ്പീൽ പോയിട്ട് ആ കോടതി കണ്ടെത്തിയ കാര്യം 2017 തെളിവുകളില്ല എന്ന് പറഞ്ഞിട്ട് അച്ഛനെയും അമ്മയും കോടതി വെറുതെ വിട്ടു. CBI കണ്ടെത്തിയത് വെറും ആരോപണങ്ങൾ മാത്രമാണെന്നും ഇതിന് കണ്ടെത്താൻ ആവശ്യമായ അച്ഛനും അമ്മയുമാണ് ആരുഷിയെ തന്നെ സ്വന്തം മകളെ കൊന്നതിന് തെളിവുകൾ കണ്ടെത്താനായില്ല എന്ന് പറഞ്ഞ് 2013 ശിക്ഷിക്കപ്പെട്ട ഈ അച്ഛനെയും അമ്മയും 2017 കോടതി വെറുതെ വിടുകയുണ്ടായി. ഇപ്പത്തിൽ ആരാണ് ആരുഷിയെ കൊന്നത്? ആ വീട്ടിലേക്ക് നാലാമതൊരാൾക്ക് കടക്കാൻ കഴിയില്ല. അച്ഛൻ, അമ്മ, ഈ വേലക്കാരൻ, ഈ മകൾ, അടച്ചുറപ്പുള്ളൊരു വീട്. അതുകൊണ്ട് ഇന്നും ദുരൂഹമായി തുടരുന്നൊരു കേസാണ് ഉത്തർപ്രദേശ് നോയിഡയിലെ ആരുഷി എന്ന 14 വയസ്സുള്ള പെൺകുട്ടിയുടെ കേസ്. ഏകദേശം അതേ അവസ്ഥയിലേക്കാണ് ഈ അദ്നാൻ്റെ കേസും പോകുന്നത്. അദ്നാൻ എങ്ങനെയാണ് മരണപ്പെട്ടത്? കൊലപ്പെടുത്തിയതാണോ അതോ സ്വയം ജീവനൊടുക്കിയതാണോ? സെല്ലാട്ടോപ്പ് വെച്ച് ഒട്ടിച്ചു കഴിഞ്ഞാൽ ഒരാൾ അങ്ങനെ സ്വയം മരിക്കാൻ കഴിയുമോ? ആ ഫോൺ എങ്ങനെ കിണറ്റിൽ വന്നു? അദ്നാൻ സ്വയം ജീവനൊടുക്കാൻ ശ്രമിക്കുന്നവനാണെങ്കിൽ എന്തിന് തെളിവ് നശിപ്പിക്കണം? അപ്പോൾ ഇതിൻ്റെ പിന്നിൽ ഉത്തരം കിട്ടാത്ത ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ഞാൻ ഇന്ന് ചോദിക്കുന്നൊരു ചോദ്യം, ഈ ഒരു ഫ്ലാഗ് കണ്ടല്ലോ, ഈ പതാക ഏത് രാജ്യത്തിൻ്റെതാണെന്നുള്ളതാണ്. ഞാൻ ചില ക്ലൂകൾ പറയാം. ഈ രാജ്യം ചെറിയൊരു രാജ്യമാണ്. ഈ രാജ്യത്താകെ 4.5 ലക്ഷം ആളുകൾ മാത്രമാണുള്ളത്. ഏറ്റവും ജനസംഖ്യ കുറഞ്ഞൊരു രാജ്യം, വളരെ സമ്പന്നമായ രാജ്യം. എണ്ണയാണ് പ്രധാന വരുമാന മാർഗം. ഇവിടുത്തെ ഭരണാധികാരി സ്വർണത്തിൻ്റെ പാത്രത്തിൽ ഭക്ഷണം കഴിക്കുന്നു, സ്വർണ്ണക്കട്ടിലിൽ കിടന്നുറങ്ങുന്ന, സ്വർണത്തിൻ്റെ പട്ടുമെത്തയിൽ കിടന്നുറങ്ങുന്ന ഒരു ഭരണാധികാരിയാണ് ഈ രാജ്യത്തിൻ്റെ ഭരണാധികാരി. ഈ രാജ്യത്ത് മദ്യം പാടില്ല, സിഗരറ്റ് പാടില്ല. ഏതാണ് ഈ രാജ്യം? ഇതൊരു മുസ്ലിം രാജ്യമാണ്. ഇവിടെ പകുതി ശരിയാത്ത നിയമമാണ്. ഈ രാജ്യത്ത് സമാധാനപൂർണ്ണമായ ജീവിതമാണ്. നമ്മുടെ പ്രധാനമന്ത്രി മോദി അടക്കം ഈ രാജ്യം സന്ദർശിച്ചിട്ടുണ്ട്. ഇന്നലെ ഞാൻ ചോദിച്ചിരുന്നു, അത് ഈജിപ്ത് എന്നുള്ളതാണ് ശരിയായ ഉത്തരം. അപ്പോൾ ഈ ഒരു പതാകയുള്ള രാജ്യം ഏതാണ്? ഉത്തരം താഴെ കണ്ടെത്തൂ. പരമാവധി ക്ലൂകൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.